പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ഡിഫൈൻ എക്കണോമിക്സ്. എക്കണോമിക്സിന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യാം? സിംപ്ലി എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ എന്ന് പറയാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ വെൽത്ത് ഡെഫിനേഷനോ അല്ലെങ്കിൽ വെൽഫെയർ ഡെഫിനേഷനോ സ്കേഴ്സിറ്റി ഡെഫിനേഷനോ ഗ്രോത്ത് ഡെഫിനേഷനോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ എഴുതാം. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്കസ് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി വെൽത്ത് ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ്. ഇപ്പോൾ വെൽത്ത് ഡെഫിനേഷൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വെൽത്ത് ഡെഫിനിഷനിൽ എന്താണ് പറയുന്നത്? വെൽത്ത് ഡെഫിനിഷൻ ട്രീറ്റ്സ് എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് വെൽത്ത്. ആരെ കൊണ്ടുവന്നത്? ആദം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, പബ്ലിഷ്ഡ് ഇൻ 1776. ആ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെഫിനേഷൻ അടിസ്ഥാനമാക്കിയിട്ട് എക്കണോമിക്സിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഒരു രാജ്യത്തിൻ്റെ വെൽത്ത്, അതിൻ്റെ സ്വഭാവം എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനൊക്കെ പഠിക്കുന്നതാണ് എക്കണോമിക്സ് എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ആദം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്? ടു എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ വെൽത്ത് ഈസ് ജനറേറ്റഡ് ആൻഡ് അക്യുമുലേറ്റഡ് വിത്തിൻ എ നേഷൻ. ഒരു രാജ്യത്ത് എങ്ങനെയാണ് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ അത് ഒരുമിച്ച് കൂടുന്നത്, അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് വെൽത്ത് ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ പ്രോസ്പെരിറ്റിക്കും അതുപോലെ എക്കണോമിക് ഗ്രോത്തിനും സാമ്പത്തിക വളർച്ചയൊക്കെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പഠനമാണ് എക്കണോമിക്സ് എന്നാണ് വെൽത്ത് ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുള്ളത്. So the wealth definition was a pioneering perspective that laid down the groundwork for economics. Subsequent definitions have broadened its scope to include a wide range of human activities, focusing not only wealth but also on welfare, resource allocation and human being. അപ്പോൾ ഈ ഒരു വെൽത്ത് ഡെഫിനിഷനിൽ കാര്യമായിട്ടും വെൽത്തിനെ കുറിച്ച് അതിൻ്റെ അക്യുമുലേഷൻ, അതിൻ്റെ ജനറേഷനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അടുത്ത് വരുന്ന ഡെഫിനീഷൻസൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, വെൽത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഹ്യൂമൻ ആക്ടിവിറ്റീസും കൂടെ എങ്ങനെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് പറയുന്ന വെൽഫെയർ. അതേപോലെ വെൽഫെയർ ഡെഫിനേഷനും ഗ്രോത്ത് ഡെഫിനേഷനും സ്കേഴ്സിറ്റി ഡെഫിനേഷനൊക്കെ പറയുന്നത്. ഓക്കെ, വെൽത്ത് ഡെഫിനേഷനിൽ പറയുമ്പോൾ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷനാണ്, എങ്ങനെയാണ് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പോയിൻറ്റ്സ് ഓർത്തുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ദി വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. വെൽഫെയർ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വെൽഫെയർ ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1890. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത് എന്താണ്? എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഓൺ ദ വൺ ഹാൻഡ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത് ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ദ മോർ ഇമ്പോർട്ടൻറ്റ് സൈഡ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ആൻഡ് ഹിസ് വെൽഫെയർ. എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, മനുഷ്യരെക്കുറിച്ചുള്ളൊരു പഠനമാണല്ലേ. ഓക്കെ, അതിൽ ഒരു സൈഡിൽ വെൽത്തിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ മറ്റൊരു സൈഡിൽ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻ ആൻഡ് ഹിസ് വെൽഫെയർ. മനുഷ്യരുടെ വെൽഫെയറിനെ കുറിച്ചിട്ടും അതുപോലെ മനുഷ്യരെക്കുറിച്ചുമുള്ള പഠനമാണ് എക്കണോമിക്സ് എന്നുള്ളതാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിട്ടുള്ളത്. Economics is not just about wealth but about human well-being, which include examining how people earn and spend income to improve their welfare. അപ്പോൾ ഈ വെൽഫെയർ ഡെഫിനിഷൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്താണ്? എക്കണോമിക്സ് എന്ന് പറയുന്നത് വെൽത്തിനെ കുറിച്ച് മാത്രമുള്ളൊരു പഠനമല്ല, മറിച്ച് ഹ്യൂമൻ വെൽബീയിങ്ങിനെ കുറിച്ചും, അതായത് എങ്ങനെയാണ് ജനങ്ങൾ ഏൺ ചെയ്യുന്നത്, അതേപോലെ അവരെങ്ങനെയാണ് അവരുടെ വെൽഫെയർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സ്പെൻഡ് ചെയ്യുന്നത്, ഈ പണം ചിലവാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് എക്കണോമിക്സ് എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിട്ടുള്ളത്. മാർഷൽ ബ്രോഡൻ ദി സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ബിയോണ്ട് മിയർ അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ടു ഇൻക്ലൂഡ് ദി വെൽ-ബീയിങ് ആൻഡ് വെൽഫെയർ. വെൽബീയിങ്ങിനും വെൽഫെയറിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് വെൽഫെയർ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ.
The welfare definition of economics represents a significant expansion of the discipline scope. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ തന്നെ ഒരു സ്കോപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഡെഫിനേഷനാണ് വെൽഫെയർ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ഹ്യൂമൻ വെൽബീയിങ്ങിനെയും അതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടെ എക്കണോമിക്സിലേക്ക് ആഡ് ചെയ്തു. It highlights the importance of considering the broader impacts of economic policies and decision on the welfare of the individuals and society. വെൽഫെയർ ഡെഫിനേഷൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഇമ്പാക്ട്സ് ഓഫ് എക്കണോമിക് പോളിസീസ്, അതുപോലെ ഡിസിഷൻ ഓൺ ദി വെൽഫെയർ ഓഫ് ദി ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വെൽഫെയർ ഡെഫിനേഷൻ എന്ന് പറയുന്നത്.